ഇന്ന് അറഫ ദിനമായിരുന്നു. സോ ഫാസ്റ്റിങ്ങിലായിരുന്നു. ഇപ്പോഴാണ് നോമ്പ് തുറന്നത്. കുവൈറ്റിലെ സാൽമിയ എന്നൊരു സ്ഥലത്താണ് ഇപ്പോഴുള്ളത്. നോമ്പ് തുറന്ന് തീർച്ചയായിട്ടും ഒരു നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ള ലക്ഷ്യമാണ്. നമ്മുടെ VK ഉണ്ട്. VKയുടെ കൂടെ ഒരു ചെറിയൊരു നോമ്പ് തുറയും അതോടൊപ്പം നാളെ ഈദാണല്ലോ. സോ അതിനനുസരിച്ച് ചെറിയ ചില പ്രിപ്പറേഷൻസുമാണ് ആഗ്രഹിക്കുന്നത്. സാൽമിയിൽ ഫന റെസ്റ്റോറൻറ്റ് എന്നാണ് ഈ ഒരു ഷോപ്പിൻ്റെ പേര്. നമസ്കാരം. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഫന റെസ്റ്റോറൻറ്റിലേക്ക് പോവുമായിരുന്നു. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് അവിടുത്തെ വൈബ് നമുക്കത്ര ഇഷ്ടമായില്ല. അതുകൊണ്ട് നമ്മൾ തിരിച്ച് സാൽമിയിലെ മറ്റൊരു അറബിക് റെസ്റ്റോറൻറ്റ് ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലുണ്ട് അവിടെ. പേര് ഫരീജ് എന്നാണ് അതിൻ്റെ പേര്. അതിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫരീജ് ഒരു ഫേമസ് ആയ ഒരു ബ്രാൻഡാണ് കുവൈറ്റിൽ. മലയാളി മാനേജ്മെൻ്റ് ആണ് ഈ ഫരീജ് ഹോട്ടലിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ അവിടെ അകത്ത് ചെന്നാൽ ആ ഒരു മലയാളി വൈബ് കിട്ടില്ല, മറിച്ച് അറബ് കുവൈറ്റി അറ്റ്മോസ്ഫിയറാണ്. അതോടൊപ്പം കുവൈറ്റിലെ ഷവർമയെ കുറിച്ച് കൂടി പറയാൻ ആഗ്രഹിക്കുന്നു ഈ ഒരു വേളയിൽ. ഒബ്വിയസ്ലി എവിടെ പോയാലും നിങ്ങൾക്ക് ഷവർമകൾ കാണാൻ പറ്റും, ഷവർമ ജോയിൻറ്റ്സ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഫുഡ് ഡെസ്റ്റിനേഷൻ തീർച്ചയായിട്ടും നമുക്ക് എക്സ്പ്ലോർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഓൺ ദ വേ ടു ഫരീജ് സ്വാലെ ഒരു ബ്യൂട്ടിഫുൾ മോസ്ക് ആണ് കാണാൻ പോകുന്നത്. നിങ്ങളുടെ മുമ്പിലുള്ള മോസ്കാണ്. വളരെ മനോഹരമായ ഒരു ഡിസൈനാണ്. ഈ ഡിസൈൻ ചിലപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാകാം. ടർക്കിയയിലെ ഹെഗിയ സോഫിയ എന്നുള്ള അവിടെയുള്ള ആ ഒരു മോസ്കാണ് ഇത്. ശരിക്കും ആ ഒരു ഡിസൈനാണ്, ആ മോസ്കല്ല, ആ ഡിസൈനാണ്. വളരെ ബ്യൂട്ടിഫുള്ളാണ് അല്ലേ VK? അടിപൊളി അടിപൊളി അടിപൊളി. സോ VKയും തംസപ്പ് കൊടുത്ത സ്ഥിതിക്ക് ഇപ്പോൾ വേറൊരു അഭിപ്രായത്തിന് സ്കോപ്പില്ല. കുറച്ച് സമയം നടന്നെങ്കിലും നമ്മുടെ ഫരീജ് അൽ സ്വാലി മുമ്പിലുണ്ട്. പല ഫ്ലാഗുകൾ കാണാം. GCCയുടെ പല രാജ്യങ്ങളുടെ ഫ്ലാഗ്സാണ്. അതോടൊപ്പം അവരുടെ ഭക്ഷണവും വളരെ ടേസ്റ്റിയാണ്. സോ മജ്ബൂസിലുള്ള വെറൈറ്റി മജ്ബൂസാണ്. മജ്ബൂസിൻ്റെ റിയൽ ടേസ്റ്റ് അറിയണമെങ്കിൽ നമ്മുടെ ഇവിടെ തന്നെ വരണം. യു ഹേർഡ് ഇറ്റ്. നമുക്ക് അവസാനം സീറ്റ് കിട്ടി. ഈദ് നൈറ്റ് ആയതുകൊണ്ട് വളരെ തിരക്കായിരുന്നു അല്ലേ? അല്ലെങ്കിലും ഈ റെസ്റ്റോറൻറ്റിൽ എപ്പോഴും തിരക്കാണ്. അത്രയും നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. വെറൈറ്റി ആയിട്ടുള്ള കാഷ്യർ ഇരിക്കുന്ന ചെമ്പ്. ചെമ്പിലാണ് ഇവിടെ കാഷ്യർ ഇരിക്കുന്നത്. അതൊരു പ്രത്യേകതയാണ്. ഓക്കെ. പിന്നെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് വഴിയെ വഴിയെ മനസ്സിലാവും. അതെ, മുകളിലൊക്കെ ഒരു ട്രഡീഷണൽ കീപ്പ് ചെയ്യുന്നൊരു ഹോട്ടലാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ ഒരു ഹോട്ടലിൽ നിന്നാണ് ഇവർ സെക്കൻഡ് കുറയിലിൽ തുടങ്ങിയത്. അതെയോ? നമ്മുടെ ഒരു ഗസ്റ്റ് ഇന്ത്യയിൽ നിന്ന് വരികയാണെങ്കിൽ അവർക്ക് മജൂസ് ടേസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ വന്നിട്ട് നമ്മൾ കൊടുക്കണം. അവർക്ക് കറക്റ്റ് അതിൻ്റെ ടേസ്റ്റ് കിട്ടും. ഒറിജിനൽ. സോ അതാണ് വിമൽ സാർ പിന്നെ ചിക്കൻ മജ്ബൂസും ഞാൻ മട്ടൺ മജ്ബൂസുമാണ് ഓർഡർ ചെയ്തത്. സോ ലെറ്റ്സ് സീ ദ ടേസ്റ്റ്. ഏതായാലും ടേസ്റ്റ് ക്ലാസിക്കാണ്, ഒരു വിലയിരുത്തേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ എങ്കിലും ഫോർ ദ സേക്ക് ഓഫ് റിവ്യൂ നമുക്കതിൻ്റെ ടേസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. നല്ല ഭക്ഷണമായിരുന്നു. ഒബ്വിയസ്ലി ഈ ഒരു ഹോട്ടൽ
കുവൈറ്റിലുള്ള എല്ലാവർക്കും അറിയാവും അല്ലേ, എല്ലാവർക്കും അറിയുന്ന ഒരു ഹോട്ടലാണ്, പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ല. ഒരു ക്ലാസിക്കാണ്. ഫോർ ഐഫോൺ ഫോണിൻ്റെ കാറ്റഗറി പോലെ, ബാട്ട ചെരുപ്പിൻ്റെ കാറ്റഗറി പോലെ, സ്പോർട്സ് വ്യൂസിൽ നൈക്കിയും അഡിഡാസും പോലെ കുവൈറ്റിലെ ഭക്ഷണത്തിൻ്റെ ഒരു ബ്രാൻഡാണ് ഈ പറയുന്ന ഫ്രീജ് സൂലി എന്നുള്ള ആ ഒരു സ്ഥലം. സോ തീർച്ചയായിട്ടും താല്പര്യമുള്ള ആൾക്കാർക്ക് ഇവിടെ വരാം. അടുത്ത് മറീന മാളിൻ്റെ അടുത്തൊക്കെയാണ് ഇതിൻ്റെ ലൊക്കേഷനായിട്ട് വരുന്നത്. നല്ല റൈസ്, നല്ല ഫുഡായിരുന്നു. ഹെവിയാണ്. രാത്രി ഉറങ്ങുന്നതിന് ഏകദേശം 4 മണിക്കൂർ മുമ്പെങ്കിലും ഈ രീതിയിലുള്ള ഭക്ഷണം കഴിച്ചാൽ ഡൈജഷൻ നടക്കും, അല്ലെങ്കിൽ അല്പം ബുദ്ധിമുട്ടായിരിക്കും. സോ ആ കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ടുമാറോ ഇസ് ഈദുൽ അദ്ഹ. വിഷസ്.